സൂറത്തുൽ കാഫിറൂൻ പാരായണം നമുക്ക് പരിശീലിക്കാം. ഈ സൂറത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അൽ മദ്ദുൽ മുൻഫസിൽ ജായിസ് എന്ന ദീർഘം 7 തവണ ഇതിൽ വന്നിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഹർഫുൽ മദ് അലിഫ്, വാവ്, യ ദീർഘാക്ഷരങ്ങളാണ് ഇവ. ഫത്ഹിനെ ദീർഘിപ്പിക്കാൻ അലിഫും, ദമ്മന് ദീർഘം നൽകാൻ വാവും, കസ്റിനെ ദീർഘിപ്പിക്കുവാൻ യാവും ഉപയോഗിക്കുന്നു. ഇപ്രകാരം ദീർഘാക്ഷരവും ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലായി ഹംസയും വരുമ്പോഴാണ് മുൻഫസിലായ ദീർഘമുണ്ടാകുന്നത്. ഈ സൂറത്തിൽ ഹർഫുൽ മദ്ദായ അലിഫും ശേഷം ഹംസയും ഇപ്രകാരം വേർപിരിഞ്ഞു വന്നിരിക്കുന്നു. ഹർഫുൽ മദ് ഒരു പദത്തിൻ്റെ അവസാനത്തിലും ഹംസ അടുത്ത പദത്തിൻ്റെ ആദ്യത്തിലുമായി വന്നു. ഇതുകൊണ്ടാണ് മുൻഫസിൽ, വേർപിരിഞ്ഞത് എന്നർത്ഥം വരുന്ന ഈ പദം നാമമായി നൽകപ്പെട്ടിട്ടുള്ളത്. അൽ മദ്ദുൽ മുൻഫസിൽ, വേർപിരിഞ്ഞ ദീർഘം. ഇത് ജായിസാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇതിൽ യാ അയ്യുഹ പ്രകാരം ലാ അഅ്ബുദു വലാ അൻതും മാ അഅ്ബുദു വലാ അന വലാ അൻതും, ഈ ദീർഘങ്ങളെല്ലാം മുൻഫസിലായ ദീർഘങ്ങളാണ്. ദീർഘിപ്പിക്കുകയും ദീർഘിപ്പിക്കാതിരിക്കുകയും ചെയ്യൽ അനുവദനീയമാണ്, ജായിസാണ്. അഥവാ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിച്ചുകൊണ്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് എന്നിങ്ങനെ കൂടുതൽ ദീർഘം നൽകാതെ ഓതുകയും ചെയ്യൽ അനുവദനീയമാണ്. അല്ലെങ്കിൽ എല്ലാ ദീർഘങ്ങൾക്കും എല്ലാ വചനങ്ങളിലും ഒരേപോലെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. ഒന്നുകിൽ എല്ലാം ദീർഘിപ്പിക്കുകയോ അല്ലെങ്കിൽ എല്ലാം ഒഴിവാക്കുകയോ ചെയ്യേണ്ടതാണ്. ഖുൽ എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീം നൽകണം, പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അൽ കാഫിറൂൻ, ഇതിൽ റായിന് തഫ്ഖീം വരുന്നതാണ്, പെരുപ്പിച്ചുച്ചരിക്കേണ്ടതാണ്. വഖഫിൽ ദീർഘം നൽകിക്കൊണ്ട് അൽ മദ്ദുൽ ആരിദ് ലിസ്സുകൂൻ എന്ന ജായിസായ ദീർഘം നൽകി വഖഫ് ചെയ്യാം. അൽ കാഫിറൂൻ, ഇതിൻ്റെ അളവ് ഒന്നുകിൽ 2 ഹറക്കത്തിൻ്റെ അളവിൽ മതിയാക്കാം, ഖസ്റ് ചെയ്യാം. അതല്ലെങ്കിൽ തവസ്സുത്ത്, മിതത്വം 4 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിച്ച് മിതത്വം സ്വീകരിക്കാം. അതുമല്ലെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ ഇഷ്ബാഅ് ചെയ്ത് പൂർത്തിയാക്കാം. ഇത് അവസ്ഥയാണ്. ഇപ്രകാരം ദീർഘാക്ഷരവും ശേഷം സുക്കൂനും വഖഫിന് വേണ്ടി വരുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഈ ആരിദായ ദീർഘത്തിന് നൽകേണ്ടത്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഇവിടെയും മദ് മുൻഫസിൽ അതുപോലെ മദ് ആരിദ് ലിസ്സുക്കൂൻ എന്ന വഖഫിൻ്റെ ദീർഘം, ഇവ രണ്ടും ശ്രദ്ധിക്കപ്പെടും. വലാ അൻതും, അൻതും എന്ന പദത്തിലെ സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കേണ്ടതാണ്. എന്നാൽ അൻതും എന്ന പദത്തിലെ സാക്കിനായ മീം മണിക്കാതെ ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കി ഉച്ചരിക്കണം. മാ അഅ്ബുദ്, അഅ്ബുദ് എന്ന് പറയുമ്പോൾ ദാലിന് സുക്കൂൻ വരുന്നതിനാൽ ഖൽഖലഹ് നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ഖൽഖലഹ് എന്നാൽ ചലിപ്പിക്കൽ എന്നാണ് ഭാഷാർത്ഥം. അഅ്ബുദ്. ഖുതുബ് ജദ്, ഖാഫ് ത ബ ജീം ദാൽ, ഈ 5 ഹർഫുകൾക്ക് സുക്കൂൻ വരുമ്പോൾ വ്യക്തമാക്കി ശബ്ദം ചലിപ്പിക്കേണ്ടതാണ്. ഇവ ഹുറൂഫുൽ ഖൽഖലഹ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവയല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊന്നും ഖൽഖലഹ് വരാതെ സൂക്ഷിക്കേണ്ടതുമാണ്. ഈ അക്ഷരങ്ങളിൽ പെട്ടതാണ് ദാൽ. അഅ്ബുദ്.
വല അന ആബിദും മാ. ആബിദുൻ എന്ന തെൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകണം. അബത്തും ആബിദും മാ അബത്തും. അബദ്തും എന്ന ദാലിന് ശേഷമുള്ള തായിൽ പൂർണ്ണമായും ലയിപ്പിക്കുന്നു. ഷദ് നൽകപ്പെട്ട തായിനെ മാത്രം ഉച്ചരിക്കുന്നു. ദാൽ ഉച്ചാരണത്തിൽ ഇല്ലാതെ പോകുന്നു. ഈ ലയിപ്പിക്കലിന് ഇദ്ഗാമുൽ മുതജാനിസൈൻ സ്വഗീർ എന്നാണ് പേര്. ഒരേ ജിൻസിൽപ്പെട്ട രണ്ടക്ഷരങ്ങൾ അഥവാ മഖ്റജ് ഒന്നാണ്, എന്നാൽ വ്യത്യസ്തങ്ങളായ രണ്ടക്ഷരങ്ങളാണ്. അവക്ക് വ്യത്യസ്തങ്ങളായ ശബ്ദവും സിഫാത്തും സ്വരവിശേഷണങ്ങളുമെല്ലാമുണ്ട്. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഒരേ മഖ്റജിൽ നിന്നും വരുന്നതായ രണ്ടക്ഷരങ്ങളെ പരസ്പരം ലയിപ്പിക്കുന്നു. ആദ്യാക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹറക്കത്തും ആയതുകൊണ്ടാണ് സഗീർ എന്ന് പേര് പറയുന്നത്. മാ അബത്തും വല അൻതും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. എന്നാൽ അൻതും എന്നതിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. മാ അഅ്ബുദ് ദാലിന് ഖൽഖല നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യണം. ലക്കും ദീനുക്കും വലിയ ദീൻ. ലക്കും എന്ന പദത്തിലെ സാക്കിന മീം, ദീനുക്കും എന്ന പദത്തിലെ സാക്കിന മീം ഇവ രണ്ടും ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കണം. വാവിന് മുമ്പിൽ സൂക്ഷ്മത ആവശ്യമാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ. പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الكافرون. لا أعبد ما تعبدون. ولا أنتم عابدون ما أعبد. ولا أنا عابد ما عبدتم. ولا أنتم عابدون ما أعبد. لكم دينكم ولي دين. സൂറത്തുൽ കാഫിറൂൻ